കാലാവസ്ഥ രൂക്ഷമായി മാറി എണ്ണ ചൂടാകുമ്പോൾ എന്ത് പറ്റി രാവിലെ ഇതിന് ഇത്രയും ടെൻഷൻ ആവുന്ന നിന്റെ സമോസ ആരെങ്കിലും പിടിച്ചു വാങ്ങിയോ? ഇതെന്താണ്? ഇത് പേപ്പർ അല്ലേ? സമോസ ഇല്ലാത്ത നേരത്ത് നീ എന്തിനാ ഈ പേപ്പർ പിടിച്ചിങ്ങനെ നടക്കുന്നേ? എടോ ഇത് കറണ്ട് ബില്ല 25,000-ന്റെ. ഇത്രയും ചെറിയ പേപ്പറിന് 25,000 രൂപയോ? എടാ പേപ്പറിന്റെ വിലയല്ല കറണ്ട് ബില്ലിന്റെ വിലയാ അത്. പക്ഷെ ഇത്രയും വലിയ എമൗണ്ട് എങ്ങനെയാ വന്നത്? നിങ്ങൾ തന്നെ നോക്കൂ, AC ഓടിക്കൊണ്ടിരിക്കുന്നു, TV ഓടിക്കൊണ്ടിരിക്കുന്നു, മാത്രമല്ല മൊബൈൽ ഏത് നേരവും ചാർജിലാ. മറ്റുള്ളവര് തട്ടില് നീ കൂടുതലാന്നേ തോന്നൂ. നീ ദിവസം മൈക്രോ മിക്സി ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? അതെ, ഇത് നമ്മളുടെ എല്ലാവരുടെയും തെറ്റാണ്. എല്ലാം നിർത്തും. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? നോ TV, നോ മൊബൈൽ, നോ AC. അവനില്ലാതെ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുവോ? ഇല്ല. അതെ, അതിനെ ഞാനും പറഞ്ഞത്. ആലോചിക്കേ, നീ ഒന്ന് ചുമ്മാതിരുന്നേ. ഓൾറെഡി ബണ്ണി നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും എങ്ങനെ വ്യത്യസ്തപ്പെടുന്നു, അതേപോലെ അവരുടെ ആലോചനകളും വ്യത്യസ്തപ്പെടും. മനസ്സിലായോ? എനി ഡൗട്ട്? ക്ലാസ് എടുക്കാതെ താൻ പറയാമെന്ന് പറയടൂ. ആലോചിക്കേ, നമ്മളിപ്പോ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു അത് എപ്പോഴും ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം മാത്രം എങ്ങനെ കറണ്ട് ബില്ല് കൂടിയത്? നീ പറഞ്ഞത് ശരിയാണല്ലോ. ശരീരം എത്ര ബലഹീനതയായിരുന്നാലും കാര്യത്തിൽ ബലം കൂടുതലായി വേണം. എനി ഡൗട്ട്? ഈ കറണ്ട് ബില്ല് എന്നൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. വാ നമുക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി സംസാരിക്കാം. പറ ഇത്തവണ എങ്ങനെയാ കറണ്ട് ബില്ല് ഇത്രയും കൂടിയതെന്ന് പറ. നമുക്ക് ചോദിക്കാം. പക്ഷെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എങ്ങനെ മറുപടി പറയും? മണ്ട, ഇലക്ട്രിസിറ്റി ബോർഡ്, അതായത് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ്. വാ. അതെ ചേട്ടാ, പിന്നെ വന്നാ മതി. ഇപ്പൊ ലഞ്ച് ടൈമാണ്. പക്ഷെ ലഞ്ച് ടൈം 1 മണിക്കല്ലേ? അത് ബാക്കിയുള്ളവർക്ക്. ഞാൻ പ്യൂണാണ്. എനിക്ക് എപ്പോ വിശക്കുന്നു അപ്പോഴാണ് ലഞ്ച് ടൈം. ഞങ്ങളുടെ കറണ്ട് ബില്ല് ഇത്തവണ വളരെ അധികമാണ്. ഇത് എങ്ങനെ എത്ര അധികമായെന്ന് ഞങ്ങൾക്ക് ഇവിടെ ആരോടെങ്കിലും അന്വേഷിക്കണം. സോൾവ് മേഡം വെയിറ്റ് ചെയ്യൂ. ബിൽ പ്രോബ്ലം സോൾവ് മേഡം സോൾവ് ചെയ്ത് തരും. മനസ്സിലായോ? അവിടെയുണ്ട് സോൾവേ മേഡം. സാൽവേ മേഡം, ഈ ബില്ല്. ഓഹോ, പിന്നീട് വാ. എനിക്കിപ്പോ പൂരിയുടെ ഓർഡർ ഫിനിഷ് ചെയ്യണം. പൂരിയോ പ്രാവോ? അയ്യോ തോറ്റു. പൂരിയുടെ ഓർഡർ ഫിനിഷ് ചെയ്യണമെന്ന്. നിങ്ങൾ ഓഫീസിൽ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? അതെ അതെ, ഇതെന്റെ സൈഡ് ബിസിനസ്സാ. ശരി, നിങ്ങൾക്ക് എത്രയും വേണ്ടെന്ന് പറയൂ. ഞാൻ ഹോം ഡെലിവറിയും അത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സൈഡിൽ ചെയ്തോ? ഇവിടെ വന്നിട്ട് എന്തിനാ അത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇത്തവണ കറണ്ട് ബില്ല് ഒരുപാട് കൂടുതലാണല്ലോ. അത് റീഡിംഗ് പ്രോബ്ലം ആയിരിക്കുന്നേ. ചെക്ക് ചെയ്തേക്കാം. എന്നാ ചെക്ക് ചെയ്യൂ. ഒന്ന് മനസ്സിലാക്കൂ, എന്റെ ഭർത്താവിന് ടിഫിന്റെ ബിസിനസ്സാ. ഇപ്പൊ പൂരി ഡെലിവറി ചെയ്തില്ലെങ്കിൽ ലോസ് ആയി തീരില്ലേ? പിന്നെ വീട്ടിൽ വലിയ പ്രശ്നമാവും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ബില്ല് നോക്കണോ, ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കണോ? അല്ല, നിങ്ങൾക്ക് എത്രയാ പാക്ക് ചെയ്യേണ്ടത്? ഐഡിയ. പൂരി ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അതിനുശേഷം നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ. ആ, അത് നല്ല കാര്യം. താങ്ക് യു. ഇപ്പൊ ഞങ്ങൾക്ക് താങ്ക്സ് പറയാൻ ഒരു അവസരം തരൂ. ഇപ്പൊ ഞങ്ങളുടെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് തരൂ സോൾവേ മാഡം. സോൾവ് ആയില്ല.
സുമൻ, ചിവൻ റാവു, ഗൺപത് റാവു, സാൽവേ. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് താ. അയ്യോ, നിങ്ങൾക്ക് റീഡിംഗ് പ്രോബ്ലം ശ്രീവാസ്തവ സാർ ശരിയാക്കുന്ന ഞാൻ പറഞ്ഞതല്ലേ. ഇതൊന്നും എന്റെ ജോലിയല്ല. പൊക്കോ അവിടുന്ന്. പിന്നെ ഞങ്ങളെ കൊണ്ട് ഇതിനെ പുരി ഉണ്ടാക്കിച്ച്. ഞാൻ പറഞ്ഞോ പൂരി ഉണ്ടാക്കാനായിട്ട്? ഞാൻ പറഞ്ഞോ? നിങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു നന്ദി പറഞ്ഞ് ആ സഹായം സ്വീകരിച്ചു. അതിനു പകരം നിങ്ങൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞതല്ലേ? അതാ സഹായിച്ചല്ലോ. ഞാൻ പറഞ്ഞില്ലേ ശ്രീവാസ്തവ സാറിനെ പോയി കാണാൻ. ദാ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ശ്രീവത്സവല്ലേ? മര്യാദയ്ക്ക് ശ്രീന്നും കൂടെ ചേർത്ത് പറയണം. ശ്രീവാസ്തവ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ആ ശ്രീ ഇൻബിൽറ്റ് ആണ്. എക്സ്ട്രാ ഒന്നും കൂടെ ചേർത്ത് പറ. ശ്രീവാസ്തവ് സാറേ, ഞങ്ങള് ബില്ല് കൂടുതലാ വന്നിരിക്കുന്നത്. കൂടുതൽ കറണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാ. ഒരിക്കലും ഇല്ല. നിങ്ങൾ കഴിക്കാൻ മാസത്തെ ബില്ലെടുത്ത് നോക്കൂ, ഇത്രയും വലിയ എമൗണ്ട് ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് കൊറേ പണിയുണ്ട്, പോയിട്ട് പിന്നെ വാ. സാർ കണ്ടില്ലേ, ഞങ്ങള് ചെറിയ പിള്ളേര് ടെൻഷൻ അടിച്ച് ഇവിടെ ഇരിക്കുക. ഞങ്ങളുടെ പിള്ളേരും ഇപ്പൊ നല്ല ടെൻഷനിലാണ്. അവർക്ക് നാളെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഹലോ സാർ, നിങ്ങൾ പടം വരയ്ക്കുന്നൊക്കെ വീട്ടിലാവട്ടെ. ഇവിടെ നിങ്ങളെ പണിയെടുക്കേ. ഇവിടെ ഉള്ള പണി ആര് ചെയ്യും? എനിക്ക് എന്റെ പിള്ളേരുടെ കാര്യവും നോക്കണ്ടേ. ഒരൊറ്റ പ്രാവശ്യം ഈ ബില്ലൊന്ന് നോക്കൂ. ഞാൻ ബില്ല് നോക്കി. നിങ്ങൾ നാളെ വാ. നാളെ ബില്ല് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സ്കൂളില് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനും ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. നിങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തേ മതിയാവൂ. എന്റെ ദൈവമേ, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? നിങ്ങൾ കാരണം കുതിരയ്ക്ക് വെക്കാനുള്ള വാല് ഞാൻ അയാൾക്ക് വെച്ചു കൊടുത്തു. എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ നാളെ വാ. ഞങ്ങൾ നിങ്ങളുടെ പേര് കംപ്ലൈന്റ് കൊടുക്കും. എവിടെ നിങ്ങളുടെ ബോസ്? അതോ അവിടെ ചാറ്റർജി മാഡം ഇരിക്കുന്നുണ്ട്. മാഡം, നിങ്ങളുടെ ഓഫീസിൽ എന്താ നടക്കുന്നതെന്ന് അറിയോ? ഓഹോ, ലഞ്ച് ടൈം ആണ് ഇപ്പോൾ. മാഡം, നിങ്ങൾ സ്വെറ്റർ ഉണ്ടാക്കുന്ന നിർത്തിട്ട് ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കാമോ? ഞാൻ സ്വെറ്റർ കൈകൊണ്ടാ തയ്ക്കുന്നത്. സംസാരം കേൾക്കുന്നത് കാതുകൊണ്ടും. പറ കഥ പറ. കഥ പറയാനോ? ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് എഴുത്തുകാരായിട്ട് തോന്നുന്നുണ്ടോ? ഓ വിഡ്ഢികളെ, നിങ്ങൾ പറയാൻ വന്നത് പറയാനാ പറഞ്ഞത്. മാഡം, ഞങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടുതലായി വന്നിട്ടുണ്ട്. ഓ നാളെ വാ. ഇന്ന് ഞാൻ ഒരുപാട് ബിസിയാണ്. നാളെയാണ് ഞങ്ങളുടെ കറണ്ട് ബില്ല് കെട്ടേണ്ട അവസാന ദിവസം. നോക്ക്, നാളെ എന്റെ മോളുടെ ഡെലിവറി ഡേറ്റാ. ഈ സ്വെറ്റർ ഇന്ന് തീർക്കണം. മാഡമിന്റെ അകത്തൊരു ഫയർ ഉണ്ട്. മാഡമിന് നല്ല കഴിവുണ്ട്. നിങ്ങളുടെ തെറ്റൊന്നുമില്ല. ഇവിടെ നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് മാഡം. അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് ചാറ്റർജി. നന്നായിട്ടുണ്ട്. നീ കവിയാണോ? അല്ല, അവൻ ചുമ്മാ തമാശക്ക് പറയാ. പ്ലീസ് ഞങ്ങളുടെ കാര്യം ഒന്ന് ശരിയാക്കി താ. നോക്ക്, ഇപ്പൊ എനിക്ക് ജോലിയുണ്ട്. നിങ്ങൾ നാളെ വാ. ഓ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? മാഡം, നിങ്ങൾ തന്ന ഡയമണ്ട് ഉണ്ടല്ലോ, അത് വളരെ ചെറുതായി. ഓ എന്റെ ദൈവമേ, എന്റെ ഡയമണ്ട് ചെറുതായി പോയോ? അതെ മാഡം, നിങ്ങൾ തന്ന ആ ബ്രേസ്ലെറ്റിലെ ആ ഡയമണ്ട് ഫിറ്റ് ആവുന്നില്ല. അപ്പൊ ഖുറാനിലേക്ക് ഫോൺ ചെയ്ത് വേറെ ഡയമണ്ട് വാങ്ങൂ. നാളെ എന്റെ മോൾക്ക് ഡെലിവറി ആണ്. ഇത് ഞാൻ നാളെ അവൾക്ക് പ്രസന്റ് ചെയ്യണം. അതിന് പക്ഷെ നിങ്ങൾ തന്നെയല്ലേ പോയി സെലക്ട് ചെയ്യാൻ പോകുന്നത്. ശരി, നിങ്ങൾ വെക്ക്. ഞാൻ ഇപ്പൊ തന്നെ പോയി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിട്ട് വരാം. പോയിട്ട് ഒരു കാര്യമില്ല മാഡം. ഡയമണ്ട്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ തടങ്ങി നിർത്തും. അവർ ഇത്രയും വലിയ ഡയമണ്ട് മെർച്ചന്റ് കമ്പനി നിങ്ങൾ പറയുന്നത് എങ്ങനെ കേൾക്കും? കാരണം ഏത് ബില്ലും നിങ്ങൾ ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യുന്നില്ലയോ, അത് കാഡ്കർ മാഡത്തിന്റേതാണ്. അവരാണ് ആ കമ്പനിയിൽ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചോക്ക്, അവരുടെ ഓഫീസിലേക്ക് പോയാലേ പ്യൂൺ മാനേജറിന്റെ അടുത്ത് അയക്കും, മാനേജർ സെയിൽസ്മാന്റെ അടുത്ത് അയക്കും, സെയിൽസ് മാനേജർ സിഒന്റെ അടുത്ത് അയക്കും. ഇങ്ങനെ ഓരോരാളുടെ ക്യാബിനിൽ കയറി ഇറങ്ങി ഒരു വഴിയാകും. എന്താ ഡെലിവറി ആയോ? അയ്യോ ഇല്ല, ശ്രീവാസ്തവ പറയൂ മാഡം. നോക്കൂ, ഇവരുടെ പ്രോബ്ലം എന്താണെങ്കിലും 5 മിനിറ്റിൽ സോൾവ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ മാഡം.
നോക്കൂ മക്കളെ, നിങ്ങൾക്ക് 5 മിനിറ്റ് ഇരിക്കുമ്പോ ബോറടിക്കോ? ബോറടിക്കില്ല. ഞങ്ങൾ വേണമെങ്കിൽ 2 മണിക്കൂറും ചുമ്മാ ഇരിക്കും. അയ്യോ, അതെന്താ ബോറടിക്കാത്തത്? ഒരു കാര്യം ചെയ്യൂ, ഈ 5 മിനിറ്റില് നിങ്ങൾ നിങ്ങളുടെ മാഡത്തിന് ഫോൺ ചെയ്ത് എന്റെ ഡയമണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യും. ഓക്കേ. അത് ശരിയാണ്. മര്യാദയ്ക്ക് എടുത്താൽ നെയ് പുറത്തു വരൂല. നമുക്ക് നെയ് ആവശ്യമില്ല, ബില്ല് ശരിയാക്കിയാ മതി. അതിനല്ലേ ഇവിടെ വന്നത്. കഴിഞ്ഞു മാഡം. ഇവരുടെ മീറ്റർ കംപ്ലൈന്റ്. ഇവരുടെ ബില്ല് 3000 രൂപയായി. നിങ്ങൾ പോയിട്ട് നാളെ വാ. അതായത് വരേണ്ട ആവശ്യമില്ലെന്ന്. താങ്ക് യു. Thank you. അയ്യോ നിക്ക്, അത് എന്റെ ഡയമണ്ടിന്റെ കോൾ. കോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മാഡം ചെന്നാ മതി, പണി തീരും. മാഡം അവരുടെ ജോലിയെ മര്യാദയ്ക്ക് ചെയ്യും. നിങ്ങളുടെ ഈ ഓഫീസ് പോലെയല്ല. എനി ഡൗട്ട്? Yes.